സാധാരണ നമ്മുടെ നാട്ടിലായാലും അല്ലെങ്കിൽ മറ്റ് പരിപാടിക്കൊക്കെ ആയാലും ആൺകുട്ടികൾ ആണുങ്ങളൊക്കെ ആയിരിക്കുമല്ലേ മാവേലി വേഷം കെട്ടുക. പക്ഷെ പാലക്കാട്ട് കാരറ ഗവൺമെന്റ് യു.പി. സ്കൂളിൽ ഒരു പെൺകുട്ടിയാണ് മാവേലി. സഞ്ജന മാവേലി വേഷം കെട്ടിയതോടെ കുട്ടികൾക്കിടയിൽ ആകെ താരമായി. വിദ്യാഭ്യാസ മന്ത്രി അടക്കം സഞ്ജനയുടെ മാവേലി വേഷം ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഓണപരിപാടി തുടങ്ങിയപ്പോൾ എനിക്ക് ഡാൻസ് കളിക്കണമെന്നുണ്ടായിരുന്നു. പറ്റിയില്ല. അപ്പോൾ ഞാൻ ടീച്ചറോട് പറഞ്ഞപ്പോൾ എന്നെ മാവേലിയാക്കി. ഇപ്പോൾ 2 വീടുകളിൽ പോയപ്പോൾ ഒരു കുട്ടിക്ക് കണ്ണ് കാണാത്ത കുട്ടിക്ക് ഒരു ഉടുപ്പല മേടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കുട്ടി ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടിക്ക് വയ്യായിരുന്നു. ആ കുട്ടിക്ക് ഉടുപ്പ് മേടിച്ചു കൊടുത്തു. ഗോകുൽ VS നമ്മുടെ കൂടെയുണ്ട്. ഗോകുലെ ഓണാശംസകൾ. എന്തായാലും ഇങ്ങനെ പെൺകുട്ടികൾക്ക് എന്താ മാവേലി വേഷം കെട്ടിയാൽ എന്ന് ചോദിക്കുമ്പോൾ ഈ ഗേൾസ് സ്കൂളിലെയും ഗേൾസ് കോളേജിലെയും വിമൻസ് കോളേജിലൊക്കെ പെൺപിള്ളേർ ചിലപ്പോൾ ഒന്ന് പുച്ഛിക്കും. നിങ്ങൾ ഞങ്ങളുടെ കോളേജിലോട്ടോ സ്കൂളിലോട്ടോ ഒക്കെ വരാൻ പറയും. പക്ഷെ ഇവിടുത്തെ കാര്യം അങ്ങനെയല്ല, അല്പം സ്പെഷ്യൽ ആണല്ലേ? തീർച്ചയായിട്ടും. അതായത് ഈ ഓണക്കാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാഴ്ചകളിലൊന്നാണിത്. കാരറ ഗവൺമെൻറ് യു.പി. സ്കൂളിൽ നിന്നുണ്ടായിരുന്നു. കാരണം അവിടെ ഒരു പെൺകുട്ടിയാണ് മാവേലി വേഷം ഇട്ടത്. ആ കുട്ടിക്ക് ഒരു ആഗ്രഹം, ആ കുട്ടിക്ക് ആദ്യം ഡാൻസ് തിരുവാതിരക്കളിക്ക് ചേരണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. പിന്നീടാണ് അവൾ ഈ മാവേലി വേഷം കെട്ടണമെന്ന് ടീച്ചറോട് പറഞ്ഞത്. ആ ടീച്ചർ അതിലെ പ്രധാനാധ്യാപികയായ സിന്ധു ടീച്ചറും അതോടൊപ്പം തന്നെ ക്ലാസ് ടീച്ചറും ഇതിനോട് സമ്മതിച്ചു. ദിവ്യ ടീച്ചറും ഇതിനോട് സമ്മതിച്ചു. അങ്ങനെ 2 പേരും അവരുടെ സമ്മതത്തോടു കൂടി തന്നെ ഈ കുട്ടി മാവേലി വേഷം കെട്ടി സഞ്ജന അന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഓണാഘോഷത്തിന് സ്കൂളിലേക്ക് എത്തിയത്. സ്കൂളിലെ താരമായി തന്നെ മാറിയെന്ന് തന്നെ പറയാം. കാരണം ഒരു പെൺകുട്ടി മാവേലി വേഷമൊക്കെ കെട്ടി വരുന്നത് ഈ ഇത്തരത്തിലുള്ള മിക്സ്ഡ് സ്കൂളുകളിലൊക്കെ വളരെ കുറവാണ്. അല്ലെങ്കിൽ ഓണാഘോഷത്തിലൊന്നും നമ്മളങ്ങനെ കാണാറില്ല. അവിടെ എന്താണ് മാവേലി എന്ന് പറയുന്ന ഒരു വലിയ മഹത്തായ സങ്കല്പമാണ്. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നുള്ളൊരു മഹത്തായ സങ്കല്പമാണ്. അതിൽ ആൺകുട്ടികൾക്ക് മാത്രം അങ്ങനെ ആ വേഷം കെട്ടാമെന്നൊന്നും തന്നെ എവിടെയും നിയമമില്ല. അപ്പോൾ പെൺകുട്ടികൾക്കും കെട്ടാം എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് ആ ഒരു സന്ദർഭം തരുന്നത്. അതോടൊപ്പം തന്നെ ആ സ്കൂളിൻ്റെ ചില കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയണം. സാധാരണ മാവേലി ഓണാഘോഷത്തിൽ സ്കൂളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സ്കൂളിലുള്ളവരൊക്കെ കണ്ട് ആശംസിച്ചൊക്കെ പോകും. അങ്ങനെയായിരുന്നല്ലോ. പക്ഷേ ഈ സ്കൂൾ അധികൃതർ ആ പരിപാടി കുറച്ചുകൂടി അതിൻ്റെ ഒരു മനോഹരമായ ഓണത്തിൻ്റെ ഏറ്റവും വലിയ സങ്കല്പങ്ങളിലേക്കൊക്കെ കടന്നു ചെന്നുള്ള ഒരു പരിപാടിയാക്കി മാറ്റി. അവർ ആ സ്കൂളിൽ വരാൻ കഴിയാത്ത ചില അസുഖം ബാധിച്ച കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ വീടുകളിലേക്കൊക്കെ പോയി ആ കുട്ടികൾക്ക് ഓണസമ്മാനങ്ങൾ നൽകി അങ്ങനെ ആ ഓണത്തിനെ എല്ലാവരെയും ചേർത്ത് നിർത്തുക എന്നുള്ളൊരു മഹത്തായ ഒരു സങ്കല്പം ആ പെൺമാവേലി അവിടെ ഉണ്ടായ, അല്ലെങ്കിൽ ആ മാവേലി വേഷം കെട്ടിയവർ അവിടേക്ക് എത്തി ആ കുട്ടികൾക്ക് നൽകിയ ആ സ്കൂളിന്റെ മഹത്തായ ഒരു സങ്കല്പം കൂടി. അങ്ങനെ എല്ലാവരും ഒന്നുപോലെ എന്നുള്ളൊരു സങ്കല്പം ആ സ്കൂൾ എന്തായാലും ഊട്ടി ഉറപ്പിച്ചു ആ സംഭവത്തിലൂടെ എന്ന് പറയാതെ വയ്യ. അങ്ങനെ എന്തായാലും കുഞ്ഞുങ്ങളെല്ലാവരും നല്ല കാര്യം തന്നെയാണ് ചെയ്തത്, പറയാതെ വയ്യ. എന്തായാലും മക്കളൊക്കെ അടിച്ചു പൊളിച്ച് ഓണം ആഘോഷിക്കട്ടെ. ഗോകുലും